പല സ്ഥലങ്ങളിലും അല്ലെ നമ്മുടെ തോടുകളും പുഴകളും കടലും ഒക്കെ വളരെ മാലിന്യമായി കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പം മീൻ പിടിക്കുന്ന ആളുകൾ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ കടലിൽ വല എറിയുമ്പോൾ മീനിനേക്കാളും കൂടുതൽ കിട്ടുന്നത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ. അതേപോലെ തന്നെ നമ്മൾ നിത്യേന വീടുകളിലായാലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലായാലും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റ് വസ്തുക്കളൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് നമ്മുടെ റോഡുകളിലൊക്കെ തെരുവുകളിലൊക്കെ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുമ്പം വലിച്ചെറിയുന്നൊക്കെ ഒരു ശീലമുള്ള ആളുകളാണ് നമ്മൾ പൊതുവേ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ. അപ്പോൾ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നതിനും 10 മടങ്ങ് അല്ലെങ്കിൽ ഒരു 20 മടങ്ങ് പ്ലാസ്റ്റിക് ഒരു ജപ്പാൻ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈവൻ നമുക്ക് ഇവിടെ ചപ്പാത്തിയൊക്കെ പാക്ക്ഡായിട്ട് കിട്ടും. അപ്പോൾ ഓരോ ചപ്പാത്തിയുടെയും ഒരു പാക്കിൽ 10 ചപ്പാത്തികളാണ് ഉണ്ടാവുക. ആ 10 ചപ്പാത്തിയിൽ ഓരോ ചപ്പാത്തീൻ്റെ മുകളിലും താഴെയുമായിട്ട് ഓരോ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു പാക്കറ്റിൽ തന്നെ ഏതാണ്ട് ഒരു 22ഓളം ഷീറ്റുകളാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. അങ്ങനെ അന്ന് മാത്രമല്ല മറ്റെല്ലാ സാധനങ്ങളും പാക്ക്ഡ് ഫുഡാണ് മാക്സിമം ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴും ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരുപാട് നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്നതിനേക്കാളും 10 മടങ്ങ് നമ്മൾ പ്ലാസ്റ്റിക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇവിടുത്തെ റോഡുകളിലും അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ക്ലീനാണ്. അവിടെ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പറോ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും അവിടെ കാണാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ കടലുകളാണെങ്കിലും നദികളാണെങ്കിലും ഒക്കെയും നമ്മുടെ നദികളെപ്പോലെ മാലിന്യം നിറഞ്ഞതല്ല. വളരെ വളരെ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഏരിയയാണ്. ഇതിൻ്റെയൊക്കെ കാരണം ജപ്പാനിലുള്ള ആളുകൾ ഇവരുടെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതിയാണ്. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ഞാനിപ്പോൾ അപ്പാർട്ട്മെൻറ്റ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന പല പഴയ പ്ലാസ്റ്റിക് ഹാർഡ് ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയും ഞാൻ ഇന്ന് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോഴുള്ള മാലിന്യങ്ങൾ നമ്മൾ നിക്ഷേപിക്കാൻ വേണ്ടി 2 വ്യത്യസ്ത കളറുകളിലുള്ള പ്ലാസ്റ്റിക് ബാഗുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഒരു ബ്ലൂ കളറിലും ഒരു ഓറഞ്ച് കളറിലുള്ള ബാഗുകൾ ഉപയോഗിക്കും. അതിൽ ബേണബിൾ ഐറ്റംസ് എല്ലാം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഐറ്റംസ് സെപ്പറേറ്റ്, അല്ലെങ്കിൽ ബോട്ടിൽസ് അങ്ങനെയുള്ള ഗ്ലാസ് ഐറ്റംസ് സെപ്പറേറ്റ്, ഇലക്ട്രോണിക് ഐറ്റംസ് സെപ്പറേറ്റ്, ഇതൊക്കെ നമ്മൾ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലുള്ള ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ തന്നെ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു ഇടം നിങ്ങളെ കാണിക്കാം. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം വളരെ വൃത്തിയോടുകൂടി അല്ലെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ എൻ്റെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതേപോലെ പ്ലാസ്റ്റിക് ബാഗുകളിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ പുറത്തുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് അല്ലാത്ത നമ്മുടെ ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള പേപ്പറുകൾ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കവറാണിത്. പിന്നെ ഇത്രയുള്ള വലിയ വലിയ പാത്രങ്ങളോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കളയാം. നമുക്ക് വലിയ വലിയ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രിഫെക്ചറിലുള്ള ഈ മാലിന്യ സംസ്കരണ ആളുകൾ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇനി നമുക്ക് വലിയ മേശയോ ഡെസ്കോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനുണ്ടെങ്കിൽ, കാരണം ഇവിടെ നമ്മുടെ നാടുകളിലെ പോലെ 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളൊന്നുമല്ല. ഓരോ അപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സൗകര്യത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഫർണിച്ചർ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലത് റീയൂസ് ചെയ്യാറില്ല. സാധാരണ കേടായി കഴിഞ്ഞാൽ നമ്മളത് മാറ്റി പുതിയൊരു എണ്ണം വാങ്ങിക്കുകയാണ്, അതവിടെ മൂലക്കിടുന്നു. കാരണം നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആരും അപ്പാർട്ട്മെൻറ്റിലൊന്നും വെക്കാറില്ല. കാരണം ഇവിടെ നമുക്കതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പം അവരവരുടെ വേണ്ടുന്ന അവിടെയുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അതായത് യൂസ്ഡ് ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു പുതിയതായിട്ടൊരു ഫ്രിഡ്ജ് വാങ്ങി അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ വാങ്ങി, അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ആ ഫർണിച്ചറൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ സെക്കൻഡ് സ്ട്രീറ്റ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ A to Z സാധനങ്ങൾ അവിടെ കിട്ടും.
വളരെ മിതമായ റേറ്റിൽ അവിടെ കിട്ടും. അതായത് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടാത്തൊരു സാധനം വലിച്ചെറിയുന്നതിന് പകരം അത് മറ്റൊരാൾക്ക് ആവശ്യമുള്ള മറ്റൊരാൾക്ക് യൂസ് ചെയ്യാം. അത് വളരെ നിങ്ങൾ അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അതിശയം തോന്നും. വളരെ മനോഹരമായിട്ടുള്ള ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്ക് അത് യൂസ്ഡ് ആയിരിക്കും, പക്ഷേ എങ്കിലും വളരെ നീറ്റായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഇതൊക്കെ തന്നെ. ഇനി ഡാമേജ് ആയിട്ടുള്ള ഇത്തരം ഐറ്റംസ് നമുക്ക് നിക്ഷേപിക്കാനായിട്ട് പ്രിഫെക്ചറിൻ്റെ തന്നെ ഒരു ഇങ്ങനെയുള്ള വേസ്റ്റ് ഗൊമ്മി എന്നാണ് പറയുക, ഗൊമ്മി ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഫ്രീ ആണ്, അല്ലാത്തവർക്ക് പേ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ഇങ്ങനെ വേസ്റ്റ് ഇതേപോലെ പാക്കറ്റുകളിലാക്കിയിട്ട് ഇവിടെ സെപ്പറേറ്റ് പാക്കറ്റുകളിലാക്കിയിട്ട് ഈ രീതിയിലാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് ആൾക്കാർ വന്ന് അവരവരുടെ വണ്ടിയിൽ ഓരോ ദിവസവും എടുത്തു കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അതുപോലെ ടേബിളുകളുണ്ട്, അവിടെ ഹാർഡ് ബോർഡുകളുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ സംസ്കരിച്ചെടുക്കുന്നത്. വളരെ നോക്കുക, ഇവിടെ ഒരു മാലിന്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പല പരിപാടികളും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് ഹരിതകർമ്മസേന, അതായത് നമ്മൾ വീടുകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ബാഗുകളും കുപ്പികളും ഒക്കെ നമ്മളൊരു പ്രത്യേക ബാഗുകൾ സൂക്ഷിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള പല പരിപാടികളും, അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ നമ്മൾ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് അധികൃതർ വലിയ ഭീമമായിട്ടുള്ള തുക പിഴ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പരിപാടികളും നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ആളുകളെ തന്നെ അവരിലൊരു മാറ്റം കൊണ്ടുവന്ന് നമ്മുടെ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാലിന്യ നിക്ഷേപം അല്ലെങ്കിൽ മാലിന്യങ്ങളെ വളരെ സ്മാർട്ടായിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ സർക്കാരൊക്കെ മുന്നോട്ട് വന്നാലും നമ്മൾ ഓരോരുത്തരും വ്യക്തമായി ഒരു ദൃഢമായിട്ടൊരു പ്രതിജ്ഞ എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മുടെ റോഡുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ ട്രെയിൻ യാത്രക്കിടയിൽ പല ആളുകളും റെയിൽവേ ട്രാക്കിലൊക്കെ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒക്കെ വലിച്ചെറിയുന്ന കാഴ്ച നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ട്രെയിനിൻ്റെ ബോഗിയിൽ പ്രത്യേകിച്ചും ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല ആളുകളും പെട്ടെന്ന് വെള്ളം കുടിച്ചു അവിടെ നിന്ന് വലിച്ചെറിയുകയാണ് പതിവ്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നോട്ട് മാറിയാൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. 3 ഭാഗം കടലാണ്. ആ 1 ഭാഗം മാത്രമാണ് കരയുള്ളത്. ആ കരയിൽ വളരെ ചുരുങ്ങിയ ഒരു പെർസെൻറ്റേജിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവജാലങ്ങളിലുള്ളത്. അതിലുള്ള ഈ കരയിലുള്ളതിൽ ഏറ്റവും ലക്ഷക്കണക്കിന് സ്പീഷീസുകൾ കരയിലുണ്ടെങ്കിലും ഇതിലുള്ള ഒരേ ഒരു സ്പീഷീസാണ് നമ്മൾ മനുഷ്യർ. ഈ മനുഷ്യരാണ് ഇതെല്ലാത്തിനും ഇത്തരത്തിൽ ബാക്കിയുള്ള സകല ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ പ്രകൃതിക്കും ഒക്കെ ഹാനികരമാകുന്ന രീതിയിൽ മലിനപ്പെടുത്തുന്നത്. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകൾ, ബോട്ടിലുകൾ ഇതൊക്കെ വലിച്ച്, അല്ലെങ്കിൽ മരുന്നിൻ്റെ ബോട്ടിലുകൾ ഇതൊക്കെ വലിച്ച് അവരുടെ പറമ്പുകളിലേക്ക് എറിയുകയാണ്. അപ്പം അങ്ങനെ എറിയുന്നത് പിന്നീട് മഴക്കാലത്ത് മഴയിൽ മഴവെള്ളത്തിൻ്റെ കൂടെ ഈ ബോട്ടിലുകളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഒഴുകി തൊട്ടടുത്തുള്ള തോടുകളിലേക്ക്, ചെറിയ തോടുകളിലേക്ക് എത്തുന്നു, കൈത്തോടുകളിലേക്ക് എത്തുന്നു, അത് വലിയ തോടുകളിലേക്ക് എത്തുന്നു, പിന്നീട് അത് പുഴകളിലേക്ക് എത്തുന്നു. പുഴ അവസാനം ഇതിനെല്ലാം കൊണ്ട് കടലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ നമ്മളിവിടുന്ന് വലിച്ചെറിയുന്ന ഈ സാധനങ്ങൾ കടലിലേക്ക് എത്തുകയും കടലിലുള്ള സകല ജീവജാലങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. നമ്മൾ വലിച്ചെറിയുന്ന ഇത്തരം മാലിന്യങ്ങൾ ഒടുവിൽ നമ്മൾ തന്നെ ആഹാരമാക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം നമ്മളിപ്പോൾ കഴിക്കുന്ന മത്സ്യങ്ങളിലൊക്കെ തന്നെയും ഒട്ടുമിക്ക കടൽ മത്സ്യങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി നിരവധി ഗവേഷണ പ്രബന്ധങ്ങളാണ് മത്സ്യങ്ങളുടെ ശരീരത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒടുവിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെയാണ് ഇത് എത്തുന്നത്. അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് ഇത്തരത്തിൽ നമ്മുടെ മാലിന്യങ്ങൾ സംസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രകൃതിയും അതുപോലെ ചുറ്റുപാടും
നമ്മുടെ ജലാശയങ്ങളും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി കഴിയും. ഇനി മുതൽ നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നത് ഒഴിവാക്കി നമ്മളത് കൃത്യമായിട്ട് സംസ്കരിക്കുന്ന രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഫലവത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.